എനിക്ക് ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമല്ല വീണ. മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാറില്ല ഞാൻ ആരെയും. അതിപ്പോ മിക്കവരും അങ്ങനെയായിരിക്കും. എങ്കിലും കൂടി ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അത് ഒരു നല്ല ഗുണമായിട്ട് കരുതണു. അങ്ങനെയാണെങ്കിൽ ഒരു 2 വീക്ക്നെസ്സുകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ലേസിയാണ് ഞാൻ. ഞാൻ അത്യാവശ്യത്തിലധികം ലേസിയാണ് പല കാര്യങ്ങൾക്കും. ചില കാര്യങ്ങൾക്കൊക്കെ വളരെ ലേസിയാണ്. ഇപ്പൊ ഒരു ദിവസം ഞാൻ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും ഫോണ് നോക്കിയും അല്ലെങ്കിൽ സീരീസ് കണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ റെക്കോർഡൊക്കെ എഴുതി തീർക്കാനുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. വളരെ ലേസിയാണ്. എന്നാൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങും. പിന്നെ ഭയങ്കര വർക്കായിരിക്കും. ആര് പിടിച്ചാലും നിർത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ വർക്ക് ചെയ്യാം. പിന്നെ എന്താ ഒരു നല്ലതല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് പറയാണ്, നമ്മൾ ഈ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കൺട്രോൾ മധുരം ഭയങ്കര വീക്ക്നെസ് ആണ്, ചോറ് ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പൊ ആ ഒരു കൺട്രോൾ ഇല്ലായ്മ എന്നുള്ളത് എനിക്കുണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയോ? ഇല്ല, നടക്കണു. കൊറേ പണിയുണ്ട് എനിക്ക്. ഇറാഖ് വരെ ഒന്ന് പോണം അതിന്. സോറി, ഇറാഖ് അല്ല, ഇറാൻ വരെ ഒന്ന് പോണം. എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് നൊട്ടേഷൻ സിസ്റ്റം ആണ്, ഡാൻസ് റൈറ്റിംഗ് ആണ്. അങ്ങനെയല്ല, നമ്മളിപ്പോ മ്യൂസിക്കില് വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിൽ സിമ്പിൾസ് എല്ലാം കണ്ടിട്ടില്ലേ, നൊട്ടേഷൻസ് പോലെ. മ്യൂസിക്കിൽ അതുണ്ട്. ഇന്ത്യൻ മ്യൂസിക്കിൽ അതില്ല, ഇന്ത്യൻ ഡാൻസിലും ഇല്ല. പക്ഷെ വെസ്റ്റേൺ ഇതിലുണ്ട്. അത് കൊറിയോളജി എന്നാണ് അതിന് പറയണത്. കൊറിയോളജി ഇന്ത്യൻ ഡാൻസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. എങ്ങനെയാണ് ഒരു ഡാൻസ് എഴുതുക, ഒരു ഹോൾ കോമ്പോസിഷൻ, ഹൗ ടു റൈറ്റ് എ ഹോൾ കോമ്പോസിഷൻ. അതാണ് എൻ്റെ തീസിസ് എന്ന് പറയണത്. അപ്പോൾ അതിൻ്റെ ഈ മാനുസ്ക്രിപ്റ്റ്സും അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒറിജിൻ ഓഫ് എന്താ പറയുക ഇൻസ്ക്രിപ്ഷൻസിൻ്റെയും അതെല്ലാം കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇറാനിലാണ് ഇതിൻ്റെ തുടക്കം, നൊട്ടേഷൻ സിസ്റ്റത്തിൻ്റെ തുടക്കം. അപ്പോ അവിടുന്ന് തുടങ്ങണല്ലോ, റൂട്ടിൽ നിന്ന് തുടങ്ങണം. അറിയില്ല, ഈ കോവിഡ് അല്ലേ, കോവിഡ് സിനാരിയോ കാരണം പിന്നെ കുറെ വിസ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അവിടേക്ക് പോവാനായിട്ട്. അതിനൊരു സമയം കണ്ടെത്തണം. ബാക്കിയെല്ലാം ആക്ച്വലി ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്റെ കയ്യിൽ ചാപ്റ്റേഴ്സ് ഒക്കെ റെഡിയാണ്. ഇതുവരെ പോയതിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു സ്ഥലം ഏതാ? നാട്ടിലാണെങ്കിൽ മൂകാംബിക ഫേവറേറ്റ് പ്ലേസ് ആണ്. കുടജാദ്രി വളരെ ഇഷ്ടമുള്ള, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാണോ? അതെ, മൂകാംബിക എപ്പോഴും പോകാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോ പുറത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് അയർലൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ്. ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടാണ്? ഡ്രീം ഡെസ്റ്റിനേഷൻ സ്വിറ്റ്സർലൻഡ് പോകണമെന്നുണ്ട്. ഇതുവരെ പോയിട്ടില്ല. എപ്പോഴും ഇപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ ഫോളോ ചെയ്യുന്നത് അവിടുത്തേതാണ്.